എത്ര വയസ്സ് വരെ നിങ്ങളുടെ കുട്ടികൾ വളരും? 2 ദിവസം മുന്നേ ഒരു 21 വയസ്സുള്ള ആൺകുട്ടി എന്റെ ഓഫീസിലേക്ക് വരികയുണ്ടായി. പുള്ളിക്കാരന് കുറച്ചുകൂടി ഹൈറ്റ് കൂടിയാൽ കൊള്ളാം എന്നുള്ളതാണ് പുള്ളിക്കാരന്റെ ആഗ്രഹം. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടികളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 4 വയസ്സ് ആകുമ്പോഴേക്കും ഒരു 100 സെന്റിമീറ്റർ ഒക്കെ എത്തണം. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജനിക്കുമ്പോൾ 50 സെന്റിമീറ്റർ തുടങ്ങി 1 വയസ്സ് കഴിയുമ്പോൾ 75 സെന്റിമീറ്റർ, 2 വയസ്സ് കഴിയുമ്പോൾ 87 സെന്റിമീറ്റർ, 4 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഒരു 100 സെന്റിമീറ്റർ ഹൈറ്റിലേക്ക് വരിക. 4 വയസ്സ് മുതൽ ഒരു 11-12 വയസ്സ് വരെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ 5 സെന്റിമീറ്റർ വെച്ചാണ് കൂടുക, സാധാരണ ഇതിൽ കൂടേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്യൂബർട്ടൽ ഹൈറ്റ് സ്പേർട്ട് വരും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. പെൺകുട്ടികൾക്കാണെങ്കിൽ ഒരു 25 സെന്റിമീറ്റർ ഒക്കെ 2-3 വർഷത്തിനുള്ളിൽ കൂടും. ആൺകുട്ടികൾക്കാണെങ്കിൽ ആ പ്യൂബർട്ടൽ ഹൈറ്റ് സ്പേർട്ട് എന്ന് പറയുന്നത് 25 സെന്റിമീറ്ററോളം കൂടും. കൗമാരത്തിനോടായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത്. ഇതൊക്കെ കൗമാരം കഴിയുന്നതോടുകൂടി നമ്മുടെ കുട്ടികളുടെ വളർച്ചയും നിലയ്ക്കും. ആൺകുട്ടികൾക്ക് ഒരു 16 മുതൽ 18 വയസ്സ്, 18-19 വയസ്സാകുമ്പോഴത്തേക്കും അവരുടെ വളർച്ച സ്വാഭാവിക രീതിയിൽ മോണിഫ്യൂസ് ചെയ്ത് നിലയ്ക്കും. പെൺകുട്ടികൾക്ക് ഒരു 14 മുതൽ 15-16 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നിലയ്ക്കും. അപ്പൊ ഇത് പല രീതിയിൽ ആളുകൾക്ക് വേരി ചെയ്യാം. പലപ്പോഴും ഇത് ബന്ധപ്പെടുന്നത് മറ്റു ഹോർമോണുകളുടെയും അളവുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ സെക്സ് ഹോർമോൺസ് കുറവുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ വളരെ കുറവുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺ കുറവുള്ള ആളുകൾക്കൊക്കെ ബോണേജ് ഡിലേഡ് ആയിരിക്കും. അവർക്ക് കുറച്ചുകൂടി കാലം വളരാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ കുട്ടികൾക്ക് ഗ്രോത്ത് ഫാൾട്ടറിങ്, ഹൈറ്റ് ഫാൾട്ടറിങ് ഉണ്ടെങ്കിൽ, ഹൈറ്റ് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഓൾറെഡി ചെറിയ ആളുകളാണ്, അല്ലെങ്കിൽ മുന്നേ ഉള്ള ഹൈറ്റ് ഇല്ല, കസിൻസ് ഒക്കെ അവർ ഔട്ട്ഗ്രോ ചെയ്യാണ്. നേരത്തെ ഫോട്ടോയിലൊക്കെ ഉണ്ടായപ്പോൾ പല കസിൻസും നിങ്ങളെ മക്കളെക്കാട്ടിലൊക്കെ ഹൈറ്റ് കുറവാണ്, അല്ലെങ്കിൽ ഇളയ കുട്ടി മൂത്ത കുട്ടിയെ ഹൈറ്റിൽ വെട്ടിക്കുകയാണ്, അല്ലെങ്കിൽ സ്കൂൾ അസംബ്ലികളിൽ അവർ മുന്നിൽ നിൽക്കേണ്ടി വരിക, എപ്പോഴും മുന്നിലെ ബെഞ്ചുകളിൽ ഇരിക്കുക. ഇത് എങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ അവരെ വാല്യൂറ്റ് ചെയ്യുക, അതാണ് ഇമ്പോർട്ടന്റ്. കാരണം നമ്മൾ നഷ്ടപ്പെടുന്ന ഓരോ വർഷവും നിങ്ങളുടെ കുട്ടിയുടെ ഹൈറ്റ് ആയിരിക്കും നഷ്ടപ്പെടുന്നതിന് സമാനമായിട്ട് വരുന്നത്. അപ്പോൾ ഏർലി ഇവാലുവേഷൻ ഇസ് ദ കീ. എന്താണ് അതിന്റെ കാരണം എന്ന് കൃത്യമായിട്ട് കണ്ടെത്തി ചികിത്സിക്കാൻ കഴിഞ്ഞാൽ അവരുടെ ഹൈറ്റ് പൂർവ്വസ്ഥിതിയുടെ ഒരു 90% എത്തിക്കാനായിട്ട് സാധിക്കും. താങ്ക് യു. Stay healthy. Follow for more.